ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുന്നത് പോലെ അനേക ദൈവദാസന്മാർക്ക് അന്ന് മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ഒരു വലിയ സാക്ഷ്യം പ്രാപിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ചിലരെ ദൈവം ചെറിയ കാലം കൊണ്ട് വിളിച്ചു, ചിലരെ നീണ്ട വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ കൃപ കൊടുത്തു. പ്രതിഫലം നോക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെല്ലാം ശ്രേഷ്ഠം തന്നെയാണ്. കൂടുതൽ ഓടിയവർക്ക് കുറഞ്ഞ് ഓടിയവർക്കും ദൈവം വെച്ചിരിക്കുന്നത് വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവർക്ക് കുറവും കണ്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അതായത് ധാരാളം പെറുക്കിയവർക്ക് മന്നയെക്കുറിച്ച് പറയാണ്, ധാരാളവും കണ്ടില്ല. കുറച്ച് പെറുക്കിയവർക്ക് കുറച്ചും കണ്ടില്ല. അവർ പെറുക്കി അവരുടെ കൂടാരത്തിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ ദൈവരാജ്യത്തിൽ അധ്വാനിക്കുന്നവർക്കെല്ലാം അതുപോലെയുള്ള പ്രതിഫലങ്ങൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ജിജിൻ രാജ് എന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡേഴ്സിൽ ഈ കാലയളവിൽ ദൈവം ഉപയോഗിച്ച ദൈവദാസനാണ് ജിജിൻ രാജ്. അദ്ദേഹം ഗ്രേസ് ഫാമിലി പാസ്റ്റർ ടിജോ തോമസിൻ്റെ കൂടെ ശുശ്രൂഷയിൽ നീണ്ട നാളുകൾ ഓടിയ ആളാണ്. അസാധാരണമായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസൻ, നല്ലൊരു പ്രോഫറ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡർ. അവർ ഒരുമിച്ച് നിന്നാൽ സ്വർഗം ഇറങ്ങും. എന്നാൽ കഴിഞ്ഞ ദിവസം ആ യൗവനക്കാരനെ തൻ്റെ ചെറിയ പ്രായത്തിലെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു. വ്യക്തിപരമായി എനിക്കും മറ്റുള്ള ദൈവദാസന്മാർക്കും അസാധാരണമായ സങ്കടം, അഗാധമായ ദുഃഖം ഒക്കെയുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ വിളിയെ, ദൈവത്തിൻ്റെ പ്ലാനുകളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് എറണാകുളത്ത് നടക്കുകയാണ്. 11 മണിക്ക് ആരംഭിച്ച് 2 മണി വരെ നടക്കുന്ന ആ ഫ്യൂണറൽ സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കാണാൻ കഴിയും. ആ സഹോദരിയെ ഓർത്ത്, തൻ്റെ ഭാര്യയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രോഫറ്റ് ടിജോ തോമസിൻ്റെ കുടുംബത്തെ നിങ്ങൾ ഓർക്കണം. ആ സഭയെ ഓർക്കണം. അത് അവർക്ക്, അവരുടെ മിനിസ്ട്രിക്ക് വലിയ നഷ്ടവും സങ്കടവുമാണ്. അവരുടെ സങ്കടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. നമുക്കൊരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ, ജിജിൻ രാജിൻ്റെ ഭാര്യയെ ഞങ്ങൾ ഓർക്കുന്നു. തൻ്റെ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഗ്രേസ് ഫാമിലിയെ ഓർക്കുന്നു. പ്രോഫറ്റ് ടിജോ തോമസിനെ ഓർക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. കർത്താവെ, ഇന്ന് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം കൂടിയിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. It's
വേലയുടെ ആധാരമേ, ഞങ്ങളെ അയക്കണമേ. അങ്ങയുടെ വേലയ്ക്കായി വയല് വിളഞ്ഞു കിടക്കുകയാണ്, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആർക്കൊക്കെ പറയാൻ കഴിയും? എന്നെ അയക്കണമേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള സ്വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കണം പിതാവേ. എത്ര നിന്ദകളാണെങ്കിലും, എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും അങ്ങേക്ക് വേണ്ടി പോകുവാൻ ഞങ്ങളെ തരുന്നു. ഞങ്ങളെ അയക്കണമേ. അങ്ങയുടെ വേലയ്ക്ക് അയക്കണമേ യേശുവേ. ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കണമേ, ആ വയലിലേക്ക് തള്ളിവിടണമേ. എത്തനെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നാം തുടരുന്നത്. 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ഇടയനാണ്. 23-ാം സങ്കീർത്തനം പറയുന്നു, കർത്താവ് നല്ല ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്കൊക്കെ എൻ്റെ ഈ നല്ല ഇടയൻ എന്നെ കൊണ്ടുപോകുന്നു. എൻ്റെ ഭക്ഷണം, എൻ്റെ വെള്ളം, എൻ്റെ താമസം, എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, എൻ്റെ പാനപാത്രം, എൻ്റെ വിരുന്ന്, എൻ്റെ അഭിഷേകം, എൻ്റെ നന്മകൾ, എൻ്റെ ജീവിതത്തിൽ വരുന്ന കൂരിൽ താഴ്വരകൾ, ഇതെല്ലാം എൻ്റെ ഇടയൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിനകത്തൊന്നും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. വാസ്തവമായിട്ട് നമുക്കത് അറിയാം. ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഇടയൻ്റെ കൂടെ നടന്നാൽ മതി, ബാക്കി കാര്യം ഇടയനാണ് ചെയ്യുന്നത്. ദാവീദിൻ്റെ 2 ആട്ടിൻകുട്ടികളെ ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും വന്ന് പിടിച്ചു.
ഈ സിംഹത്തിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ ദാവീദ് ആ ആട്ടിൻകുട്ടിയെ ആ സിംഹത്തിൻ്റെ പല്ലിനിടയിൽ നിന്ന് രക്ഷിച്ചു. സിംഹത്തെ അടിച്ചു കൊന്നു. മറ്റൊരിക്കൽ ഒരു കരടിയുടെ വായിൽ തൻ്റെ കുഞ്ഞാട് അകപ്പെട്ടു. ആ കുഞ്ഞാടിനെ കരടിയുടെ വായിൽ നിന്ന് ദാവീദ് രക്ഷിച്ചു. ആ ദാവീദാണ് പറഞ്ഞത്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ കയ്യിലുള്ള ആടുകളെ ഞാൻ ഇത്രത്തോളം രക്ഷിച്ചെങ്കിൽ, രക്ഷിക്കാൻ എനിക്ക് ശക്തി കർത്താവ് തന്നെങ്കിൽ, എന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് എത്ര മതിയായവനാണ്. ദാവീദ് 60 യുദ്ധങ്ങൾ ചെയ്തതായിട്ട്, ഏകദേശം 60 യുദ്ധങ്ങൾ ചെയ്തതായിട്ട് ബൈബിളിൽ കാണാം. ഈ 60 യുദ്ധങ്ങളിലും ദാവീദ് ജയാളിയായി. ഒറ്റ യുദ്ധത്തിൽ പോലും ദാവീദ് തോറ്റില്ല. കാരണം കർത്താവ് ആയിരുന്നു യുദ്ധം മുഴുവനും ചെയ്തത്. അതുകൊണ്ട് ദാവീദ് തന്നെ തൻ്റെ യുദ്ധം തുടങ്ങിയപ്പോൾ ഗോലിയാത്തിനോട് പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളത്, ഇന്ന് നിന്നെ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ തരും. ഇതെല്ലാം ദാവീദിന് ഉറപ്പാണ്. കൊച്ചു പ്രായം മുതൽ ദാവീദിന് ഈ ഉറപ്പ് കിട്ടി. സിംഹം, കരടി പോലെയുള്ള ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ ദൈവം ദാവീദിനെ പരിശീലിപ്പിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. ദൈവം അവനോട് കൂടെയിരുന്നു. ദാവീദിൻ്റെ എല്ലാ വഴികളിലും ദാവീദ് വിവേകത്തോടെ നടന്നു. അവൻ വലിയ ഒരു സേനാ നായകനായി പിന്നത്തേതിൽ മാറി. നാളുകൾ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദ് ജയാളിയായിരുന്നു. ദാവീദ് ഒളിവിലിരിക്കുമ്പോഴും ഒക്കെ പോയ യുദ്ധത്തിൽ ശത്രുക്കളെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതകാലത്ത് താൻ അനുഭവിച്ച ദൈവാശ്രയത്തിൻ്റെ ആകത്തുക പറഞ്ഞു, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല. ഈ ഒരു ബോധ്യം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദം നാം തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കണം. വേദപുസ്തകം വായിക്കുന്നവർക്ക് അതിൽ നിന്ന് ശബ്ദം തിരിച്ചറിയാൻ കഴിയും. മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വേദപുസ്തകം. യേശുവിൻ്റെ ശബ്ദം, ഇടയൻ്റെ ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം വേദപുസ്തകം വായിക്കണം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇടയൻ്റെ ശബ്ദം നമുക്ക് മനസ്സിലാവും. അബ്രഹാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇടയൻ്റെ ശബ്ദം നമുക്ക് മനസ്സിലാവും. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാം. അതായത് 20 വർഷം യാക്കോബ് വഞ്ചിക്കപ്പെട്ടു. സ്വന്തം അമ്മാവിയപ്പനാൽ. അന്യരാണെങ്കിൽ സഹിക്കാം, സ്വന്തം അമ്മായിയപ്പൻ ചതിച്ചു. എന്നാൽ 20ാമത്തെ വർഷം ദൈവം അവന് സ്വപ്നത്തിൽ ഒരു ഐഡിയ കൊടുത്തു. അതേ തുടർന്ന് അവൻ ബഹുസമ്പന്നനായി, ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മാറി. അവന് ധാരാളം ദാസിദാസന്മാരും സമ്പത്തും നന്മകളും വെള്ളിയും പൊന്നും ഉണ്ടായി. ദൈവത്തിൻ്റെ ശബ്ദം യാക്കോബിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാമിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ഇസ്ഹാക്ക് തിരിച്ചറിഞ്ഞു. ഒരിക്കൽ അബ്രഹാമിൻ്റെ കാലത്തെ പോലെ ഒരു വലിയ ക്ഷാമമുണ്ടായി. ആ സമയത്ത് ഇസ്ഹാക്ക് പാർക്കുന്ന നാട്ടിൽ നിന്ന് പുറപ്പെടാൻ ഇസ്ഹാക്ക് പ്ലാൻ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് പോകരുത്, നീ ഇവിടെ വിതയ്ക്കുക. ഞാൻ നിന്റെ പിതാവിൻ്റെ ദൈവമാണ്. ആടുകൾ ശബ്ദം തിരിച്ചറിയും. എല്ലാവർക്കും ദൈവശബ്ദം തിരിച്ചറിയാൻ ദൈവം അനുവാദം വച്ചിട്ടില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ആടുകൾക്ക് ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയും. ചിലപ്പോൾ സ്വപ്നത്തിലൂടെ, ചില സമയത്ത് ദർശനങ്ങളിലൂടെ, ചില സമയത്ത് പ്രസംഗങ്ങളിലൂടെ, ചില സമയത്ത് ഒരു പാട്ടിലൂടെ, ചില സമയത്ത് പ്രകൃതിയിലൂടെ.
ഏതെല്ലാം തരത്തിലാണ് ദൈവം ഈ ആടുകളോട് സംസാരിക്കുന്നത് എന്ന് വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാവും. ചില സമയത്ത് ചില പ്രവാചകന്മാരെ അയക്കും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനെ അനുഗ്രഹിക്കാനും ദാവീദിനെ അഭിഷേകം ചെയ്യാനും ദാവീദിനെ ശാസിക്കാനും തിരുത്താനും എല്ലാം അയച്ചത് ദൈവത്തിൻ്റെ നാവായ ചില പ്രവാചകന്മാരെയാണ്. അഭിഷേകം ചെയ്യാൻ ശമൂവേലിനെ അയച്ചു. പിന്നീട് അതിൻ്റെ പുറകെ പല പ്രവാചകന്മാരെ ദാവീദിനെ ബലപ്പെടുത്താനും ഉയർത്താനും ആലോചന കൊടുക്കുവാനും ദൈവം അയച്ചു. ഒരിക്കൽ ദാവീദ് വലിയ പാപം ചെയ്തു. എന്നിട്ട് ചെയ്ത പാപത്തെ അവൻ ന്യായീകരിച്ച് വാൾ അങ്ങും ഇങ്ങും ഒക്കെ ദോഷം ചെയ്യും, ഒക്കെ ഊരിയാവ് മരിച്ചതൊക്കെ സാധാരണ സംഭവം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ദൈവം ഒരു വലിയ പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ ഒരു കഥ പറഞ്ഞു. നേരിട്ട് പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല, പെട്ടെന്ന് ഇവൻ കോപിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ ഒരു കഥ പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ ദാവീദ് ചാടി എഴുന്നേറ്റു. ആരാണ് ആ നീചൻ? അവനെ കൊന്നിട്ടേ കാര്യം, അവനെ ശിക്ഷിച്ചിട്ടേ കാര്യം. ഉടനെ ആ പ്രവാചകൻ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അങ്ങനെ ദൈവശബ്ദമായി ഒത്തിരി പേർ ഇങ്ങനെയുള്ള ദൈവപുരുഷന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ഈ രാജാക്കന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, ജനം അനുഗ്രഹിക്കപ്പെട്ടു, രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നു, ദൈവത്തിൻ്റെ ശബ്ദമായി മാറിയവർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദമായി മാറുമെങ്കിൽ, ആടുകൾക്ക് കൊടുക്കാനുള്ള ശബ്ദമായി നിങ്ങൾ മാറുമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആടുകൾ വഴിതെറ്റിപ്പോകാതെ കർത്താവിലേക്ക് തിരിയും എന്നുള്ളതിന് നിസ്തർക്കമില്ല. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കും. മറ്റൊരു വാക്യം അവിടെ വായിക്കുന്നു, 5-ാം വാക്യത്തിൽ, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ ഇടയൻ്റെ ശബ്ദം ആടുകൾക്കറിയാം, ഒന്ന്. അതുകൊണ്ട് ആ ഇടയൻ്റെ ശബ്ദം എങ്ങനെ കേട്ടാലും ആടുകൾ തിരിച്ചറിഞ്ഞ് ആ ഇടയൻ്റെ പുറകെ പോകും. എന്നാൽ അന്യന്മാരുടെ ശബ്ദം, ഇടയനല്ലാത്തവരുടെ ശബ്ദം ഈ ആടുകൾക്കറിയാം. ആടിന് നല്ലൊരു ചെവിയുണ്ട്, എല്ലാം ശ്രദ്ധിക്കാനുള്ളൊരു ചെവി. ആ ചെവി കൊണ്ട് എല്ലാം ശ്രദ്ധിക്കും. കാഴ്ച കുറവാണെങ്കിലും കേൾവി ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഇടയനെ തിരിച്ചറിയാൻ, ഏത് കൂട്ടത്തിൽ ഇടയനെ തിരിച്ചറിയാം. ഇടയനല്ലാതെ വരുന്ന കള്ളന്മാരും കവർച്ചക്കാരെല്ലാം ഈ ആടുകൾക്ക് മനസ്സിലാവും. അവരോട് അധികം അടുക്കില്ല, ഇടയനോട് പറ്റിച്ചേർന്ന് നടക്കും. അന്യന്മാരുടെ ശബ്ദം കേട്ടാൽ അവർ ഓടി മാറും. ഈ 2 ഗുണങ്ങൾ നമുക്കുണ്ടാകണം. ഇടയൻ്റെ ശബ്ദം ഏത് സാഹചര്യത്തിലും തിരിച്ചറിഞ്ഞ് ഇടയനോട് ചേർന്ന് നടക്കാനും, ഇടയനല്ലാത്ത കപടന്മാരുടെ ശബ്ദം മനസ്സിലാക്കി അവയെ വിട്ട് ഓടി മാറാനും ഈ ആടുകൾക്ക് പ്രത്യേകമായ കൃപ വേണം. ഇന്നും പലരും, ദൈവജനമായ പലരും ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ കാരണം ലോകത്തെ സ്നേഹിച്ച്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ദേമാസ് വിചാരിച്ച് അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്നാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ തന്നെ പലരും ലോകത്തിലുള്ളതിനെയും ദൈവത്തിലുള്ളതിനെയും വേർതിരിച്ചറിയാൻ ശേഷിയില്ലാത്തവരായി കിടക്കുന്നത് വലിയ അപകടമാണ്. യേശുവിൻ്റെ ശബ്ദം നാം തിരിച്ചറിയണം, എന്നിട്ട് യേശുവിനെ അനുഗമിക്കണം. വാസ്തവത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ പോലും പഴയ നിയമവും പുതിയ നിയമവും തിരിച്ചറിയണം. പഴയ നിയമത്തിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കണം എന്ന ദൈവശബ്ദം മാറി. ഇത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണ്.
യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയണം. എന്താണ്? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ശബ്ദം തിരിച്ചറിയണം. ബൈബിളിൽ തന്നെ 2 തരത്തിലുള്ള ശബ്ദമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ശബ്ദവും കൃപയുടെ പ്രമാണത്തിൻ്റെ ശബ്ദവും. ന്യായപ്രമാണത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നവൻ അതുകൊണ്ട് ജീവിക്കും. കൃപയുടെ ശബ്ദമെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവല്ല, എല്ലാ കർത്താവിൻ്റെ കൃപയാലാണ്. വിശ്വാസം പോലും കൃപയാലാണ്. അതുകൊണ്ട് പ്രശംസിക്കാനൊന്നുമില്ല, പ്രവർത്തികളുമല്ല. അതുകൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ ഒരു ദൈവകൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ ദൈവശബ്ദം പുതിയ നിയമത്തിലെ ദൈവശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു വന്നത് ന്യായപ്രമാണം നിവർത്തിച്ച് വിശ്വസിക്കുന്ന നമ്മെ പുതിയ സൃഷ്ടികളാക്കി. അതിനുവേണ്ടിയാണ് യേശു വന്നത്. ന്യായപ്രമാണം ആചരിച്ച് നമുക്ക് നിത്യതയിൽ പോകാൻ കഴിയില്ല. എന്നാൽ യേശു ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായി. പാപിയായ ഒരു മനുഷ്യനെ ന്യായപ്രമാണം പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധനായവൻ ജഡമായി ഈ ഭൂമിയിൽ വന്ന് പിറന്ന് തിരുവെഴുത്തുകളെ മുഴുവനും നിവർത്തിച്ച് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സകല കൃപയും അധികാരവും നമ്മുടെ മേൽ ഏൽപ്പിച്ചു. നമ്മെ പുതിയ നിയമത്തിൻ്റെ വക്താക്കളാക്കി മാറ്റി. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ശബ്ദം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹം, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹവുമുണ്ട്, ഇഷ്ടവുമുണ്ട്. ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഉണ്ട്. എന്നാൽ കർത്താവ് പിന്നീട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ പ്രിയം, ഇഷ്ടവും സ്നേഹവും 2ആണ്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കണം. ഇന്ന് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് നാം കർത്താവിനോട് പറ്റിച്ചേർന്ന് നടക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ജയകരമായ ജീവിതമാകും. അതിനെന്ത് ചെയ്യണം? പഴയ നിയമം 1 പ്രാവശ്യം വായിച്ചാൽ പുതിയ നിയമം 10 പ്രാവശ്യം വായിക്കുക. എല്ലാം മനസ്സിലാക്കണം. ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ മനസ്സിലാക്കണം. എന്നാൽ പുതിയ നിയമം നാം നന്നായി പഠിക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും, 1 പ്രാവശ്യം പഴയ നിയമം വായിച്ചാൽ 10 പ്രാവശ്യമെങ്കിലും പുതിയ നിയമം വായിക്കണം. ദൈവശബ്ദത്തിൽ വ്യത്യാസം. യേശു ക്രൂശിൽ നിവർത്തിച്ച ആ ജയകരമായ ജയോത്സവം കൊണ്ടാടിയ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധിയും നിത്യതയും സ്വന്തമാക്കാൻ കാരണമായി. യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുക, അതിനായി വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് കേട്ട തിരുവെഴുത്തുകൾ പോലെ തന്നെ ഈ മക്കൾക്ക് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാൻ, ഒരു പ്രവാചകൻ പ്രവചിച്ചാൽ പോലും അത് വിവേചിക്കാൻ കൃപ, ആരെങ്കിലും ഒരു വചനം പറഞ്ഞാൽ അത് വിവേചിക്കാനുള്ള കൃപ, ദൈവശബ്ദം എപ്പോഴും ഗ്രഹിക്കാനുള്ള, തിരിച്ചറിയാനുള്ളൊരു കൃപ ഞങ്ങൾ അങ്ങയോട് ഈ പ്രഭാതത്തിൽ ചോദിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിറക്കണം. അങ്ങയുടെ ശബ്ദം സൗഖ്യം കൊണ്ടുവരുമല്ലോ. ഇത് കേൾക്കുന്നവർ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമാകട്ടെ. അങ്ങയുടെ വചനം ജനങ്ങളെ വിടുവിക്കുമല്ലോ, ഇരുപക്ഷത്തെ ഒന്നാക്കുമല്ലോ. ഭിന്നതകളെല്ലാം മാറിപ്പോട്ടെ, കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ, വീടുകളിൽ സമാധാന നദി ഒഴുകട്ടെ. സാമ്പത്തിക വഴികൾ യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് തുറക്കട്ടെ. അങ്ങയുടെ കൈകൾ ചലിക്കണം, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും ഞങ്ങളോടുകൂടെ പങ്കാളികളാകാം. ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി തീരുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നാളെ മുതൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 മുതൽ 1:30, 1:45 കൂടി വന്നാൽ അത്രയും സമയം സഭയിൽ വെച്ച് 3 ദിവസം, വ്യാഴം, വെള്ളി, ശനി, നാളെ മുതൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും
കടന്നു വരണം, പങ്കെടുക്കണം, അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു.